എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് ഇട്ടായിരുന്നു, ഇപ്പം തന്നെ ഇട്ടൊരു ഷോർട്ടാണ്. അപ്പോൾ ഈ വീഡിയോ വരുന്ന വൈകുന്നേരം ആയിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ഷോർട്ട് എടുത്തത് നമ്മുടെ നിത്യകല്യാണീനെ കുറിച്ചിട്ടുള്ള ഷോർട്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനൊരു കാര്യം പറയാം, ഈ നിത്യകല്യാണി കണ്ടിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇത് ഞാൻ വെച്ചേക്കണ ചെടിയാണെന്ന്. പക്ഷെ ഇത് ഞാൻ വെച്ചേക്കുന്ന പൂവല്ല ഗൈസ്, ഇത് അതിൽ തന്നെ പിടിച്ചു വന്നേക്കണ പൂവാണ്. ദേ കണ്ടോ, പറിക്കണ്ട അതിൻ്റെ ഭംഗിയല്ലേ. ഇത് കണ്ടോ ഗൈസ്, കണ്ടോ അതിൽ തന്നെ ഉള്ളു. ഇനിയിപ്പോൾ ഞാൻ ഈ സാധനം കൊണ്ട് ഇവിടെ വെച്ചാന്ന് ആരും പറയരുത്, ഞാൻ അതൊരു കാണിച്ചു തരാം. അയ്യോ എന്നാ ഓന്താണ്, ഞാൻ പാമ്പാന്ന് ഓർത്തു. അയ്യോ മറക്കച്ച. ഇത് കണ്ടോ, ചുവട് കണ്ടോ, ശോഷിച്ച ഒരു തണ്ടാണ്. നമ്മളത് കഴിഞ്ഞ ദിവസം ഈ ചട്ടി മാറ്റിയപ്പോഴാണ് കേട്ടോ ശരിക്കുന്നത്. ഇത് നമ്മുടെ നിത്യകല്യാണി, ഇതേ നമ്മളിവിടെ പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ വെച്ചേക്കുവാന്ന് ആരും പറയരുത് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോയിൽ ജാതിക്ക എടുത്ത് കാണിച്ചായിരുന്നല്ലേ അമ്മ, ജാതിക്ക ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ച് മൈക്കില്ലേ നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറയണ കേട്ടില്ല, ഉണ്ടാട്ടോ ഇപ്രാവശ്യം വെച്ച്. അപ്പോൾ ജാതിക്ക എടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്ത് ഇത് ഒറിജിനൽ തന്നെയാണോ, ഇത് ശരിക്കുള്ളതാണോ മോളെ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കുള്ള തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അച്ചിച്ച ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നതാണ്, ഒരു സൂത്രം കാണിക്കുന്നത് വേണം വീഡിയോ എടുത്തിട്ടോളാൻ പറഞ്ഞ് ഞങ്ങൾക്ക് കൊണ്ടു തന്നെയാണ്. ഏനാത് വീട്ടിൽ ജാതിക്കുണ്ട്, അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നേ കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു മാജിക്കാണ് ഗൈസ് ഇത്. പക്ഷേ അത്രക്കും വലിയ സംഭവമൊന്നും അല്ല, പക്ഷെ കാണാനൊരു ഭംഗിയല്ലേ. ഈ ചെടി വെച്ച് പലരും ഡെക്കോറൊക്കെ ചെയ്ത് വെക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേമാതിരത്തെ ഒരു സംഭവം ഇത് കണ്ടോ, കുളിപ്പിച്ചെന്റെ ചെടീനെ ഇല്ലാതാക്കല്ലേ അമ്മ അവിടെ കിടന്ന് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് ഗൈസ്. പിന്നെ ഇത് കണ്ടോ, ഇത് ഇവിടുന്ന് വേറെണ്ണം വന്നിട്ടുണ്ട്. പക്ഷെ ഇത് അതെന്തുകൊണ്ട് അങ്ങനെ ശിഖരം വന്നേന്നറിയാവോ, അത് ചാഞ്ഞ് കിടന്ന്. അപ്പൊ അതിന്റെ ഇപ്പുറത്ത് ഒരു ചെടി ശരിക്കും പറഞ്ഞ ഇതിലേ കൂടി ശിഖരം വരണ്ടായിരുന്നു. അല്ല അങ്ങനെ വരില്ല മോനെ, അതിങ്ങനെ ചാഞ്ഞ് കിടന്നത് കാരണം അവൻ മേളിലോട്ട് വളരും. അത് അപ്പൊ അതിന്റെ ഓരോ നമ്മൾ ഇത് ആ വലിയ നിത്യകല്യാണി ഇല്ലേ, ഇത് വലിയ നിൽക്കുന്നേ, അതിനെ മോനെ ഒന്ന് ചരിച്ചു വെച്ച് നോക്കിക്കേ. അതിന്റെ ഒരു കമ്പെടുത്ത് ചായച്ചു വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിക്കേ, അത് പൊട്ടിക്കിളുത്ത് വരുന്നത് കാണാം. ഇത് കണ്ടോ, ഇത് വേറൊരു നിത്യകല്യാണിയാണ്. അപ്പൊ ഇത് കണ്ടോ, ഇത് അമ്മ എന്താ പറഞ്ഞ, എനിക്ക് അതിന്റെ ഒരു കമ്പ് ഇതുപോലെ തന്നെ എടുത്ത് മോൻ ഒന്ന് താഴത്തോട്ട് ചായച്ചു വെച്ച് ഒരാഴ്ച. അല്ല അങ്ങനെയല്ല, പൊങ്ങി നിൽക്കുന്ന ഒരു കമ്പെ പിടിച്ച് ഒടിഞ്ഞു പോകും. ഇല്ല ഞാൻ പറയുന്ന കേക്ക്, അമ്മ ഇങ്ങനെ വാന്നെങ്കിൽ അമ്മ വന്നില്ല, മോൻ ചെയ്താ മതി. അത് താഴത്തോട്ട് ചായച്ചു വെച്ച്. പ്രത്യേകിച്ച് പൂവൊന്നുമില്ല, മുട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, അതിന്റെ ഇത് നല്ലതല്ല, അതാ ഞാൻ ഇങ്ങനെ നിന്നത്. കണ്ടോ, ഇതിപ്പോ ഇത് ഇങ്ങനെ നോക്കി സൂര്യപ്രകാശം തേടി ഇവൻ പോവുമല്ലേ, അതേസമയം ഇവനെ പിടിച്ച് നമ്മളിത് ഇങ്ങോട്ട് വെക്കുക. ഇത് കണ്ടത് ഇങ്ങനെ ചായച്ചത് വെക്കുക. നീ ഒരു കല്ലെടുത്ത് ദിവത്തെ വെച്ച് അമ്മ നീ വെക്ക്, കല്ലെടുത്ത് വെക്ക്. അപ്പൊ അത് ഒരാഴ്ച കഴിഞ്ഞ് നീ നോക്കുവാണ്, ഈ നിൽക്കുന്ന സാധനങ്ങളില്ലേ ഇതെല്ലാം മേളിലോട്ട് പൊങ്ങി പൊങ്ങി വന്ന് അതുപോലെ നല്ല ഭംഗിയായിട്ട് വരും. ഈ ചെടീനെയൊക്കെ നമ്മൾ നോക്കി ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് നല്ല രീതിക്കായി വരും. ഏതൊക്കെ കളറാണ് ഉള്ളത്? ഇതൊന്ന് പറിച്ചോട്ടോ, ഒരു പൂ പറിച്ചു. ഈ പൂവിന്റെ കളർ കണ്ടോ, ഈ പൂമാർക്ക് നമ്മുടെ കയ്യിൽ ഒന്നാ വെറൈറ്റിയും. പിന്നെ ഇത് കണ്ടോ, ഇത് അതിന് ഇച്ചിരി കൂടി ഒരു ചെറിയ മാറ്റമുള്ള ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, അത് ഞാൻ പറിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. രണ്ടും കൂടി നോക്കുമ്പോൾ ഇച്ചിരി ഡാർക്ക് ലൈറ്റാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളിപ്പോൾ ഞാൻ വെച്ച പൂവല്ല എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ പേര് ഇത് ഞാൻ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ണാടി ചെടി, മയിൽപ്പീലി ചെടി എന്നൊക്കെ പറയുന്ന സംഭവം. അതിൻ്റെ പൂ എനിക്ക് മയിൽപ്പീലി കണ്ണനാന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ് അവിടെ ഇരുന്ന്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അവിടെ പറയുന്ന പേരെന്നോട് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിക്കാം, അത് കാണിക്കാനാണ് ഞാൻ ശരിക്കും നന്ദി. അല്ല അത് കാണിക്കാൻ വന്നിട്ട് ഇതുകൂടി കാണിക്കണമല്ലോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ അവിടെ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇതേപോലത്തെ കറുത്ത പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രോ ബാഗ് പോലത്തെ സ്ഥലത്ത് വെച്ച ചെടിയെല്ലാം കൂടി ഞങ്ങളെടുത്ത് ഇന്നലെ രാത്രി ഇതിലോട്ട് വെച്ചു കേട്ടോ, ഈ ചട്ടിയിലോട്ട്. 5 ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ 4 കിട്ടിയുള്ളൂ ഗൈസ്. ആ 4 എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കണ്ടോ, എങ്ങനെ ഉണ്ടെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പം ഇവന് ലുക്ക് വന്നില്ലേ, നിങ്ങൾ തന്നെ പറയട്ടെ. ഒരു പൂ വെച്ച് കൊടുക്കാം. വാവ് അമ്മ, അതിൽ വിരിഞ്ഞ പോലത്തെ പൂവമ്മേ.
ഇതിൽ വിരിഞ്ഞോലെ തോന്നുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതേ നമ്മുടെ റോസാപ്പൂ അങ്ങ് വലിപ്പം വെച്ച അത് കണ്ടോ, ഒരു പൊക്കം വെച്ചിട്ട് ഏറ്റവും അറ്റത്തൊരു പൂ ഉണ്ടായി നിൽക്കുവാണ്. അപ്പോൾ അത് ഇതിന് ലുക്കായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അവിടെ ആ അതുകൂടി കാണിച്ചിട്ട് നമുക്ക് നിർത്താം ഗൈസ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മടുത്തു പോകും. ഇത് കണ്ടോ, പക്ഷെ ഇത് കണി വെക്കാൻ കൊള്ളില്ലേ, കണി വെക്കാം നമുക്ക്. ആ വിദേശത്തെ കണിക്കൊന്നയാണെന്ന് അവർ പറഞ്ഞു. ഇതെന്തോ ഈ കണിക്കൊന്ന എല്ലാ വീട്ടിലും ഉണ്ട്, പക്ഷെ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ കോലയായിട്ട് വന്നില്ല ഗൈസ്. ഇത് ഇങ്ങനെ ഉണ്ട പോലെ ഉണ്ടായി നിൽക്കുവാണ് ഈ പൂ കണ്ടോ. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഇതവിടെ പൂവായി. ഞാൻ കണ്ട് ആ ദേ അയ്യോ എൻ്റെ കണ്ണിട്ട് സൂര്യപ്രകാശം കണ്ടോ ഗൈസ്. അപ്പോൾ ഇതേ അവിടെ ദേ പൂ വെച്ചാൽ നന്നായിട്ടുണ്ടാവും, പക്ഷെ ഇത് കണി വെക്കുന്ന ടൈപ്പ് അല്ല, പക്ഷെ നല്ല ഭംഗിയൊക്കെയാണ് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു കണിക്കൊന്നയും കൂടി നടാം കേട്ടോ. അപ്പം നിൻ്റെ നിത്യകല്യാണി ഒറിജിനൽ പൂവാന്ന് പറയാനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വന്നത്. കാരണം കുറേ പേര് കാണുമ്പോൾ ഓർക്കും ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പക്ഷെ നിങ്ങൾ ഓർക്കും നല്ലതാണെന്നൊക്കെ ആയിരിക്കും ഓർക്കുന്നത്. എന്തായാലും എൻ്റെ ചെടിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഈ സാധനം അച്ചമ്മ ഞാനിവിടെ അവിടെ വെച്ചാൽ കേട്ടോ. അപ്പോൾ അത് ഞാൻ പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് വെച്ചതാണ്. ഇനി വെയിലൊക്കെ ഉണ്ടായി നന്നായിട്ട് കിളുത്തൊക്കെ വരും. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ മേത്ത് മുട്ടിച്ചേടി ഞാൻ ചൊറിഞ്ഞുകൊണ്ട് നടക്കും മിക്കവാറും ഇപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനോട് അടിച്ചു പൊട്ടിക്കുക. ബൈ.